ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ പലരും ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പല്ലുവേദന. വലിയ ചിലവില്ലാതെ എങ്ങനെ പല്ലിന്റെ പ്രശ്നം മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലക്കാർക്ക് പല്ലിന്റെ ഏത് പ്രശ്നത്തിനും ധൈര്യമായി ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഡെന്റൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് നേരെ എതിർവശമാണ് ഡെന്റൽ കോളേജ് ഉള്ളത്. ഡെന്റൽ കോളേജ് OPക്ക് മുൻവശത്തായി 2 വീലറിനും 4 വീലറിനും പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഈ കാണുന്നതാണ് ഡെന്റൽ കോളേജ് OP. ഇവിടെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നോർമൽ OPയും 1 മണി മുതൽ 2 മണി വരെ എമർജൻസി OPയും ഉണ്ടായിരിക്കുന്നതാണ്. OP ടിക്കറ്റ് ഓൺലൈനായും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും വരുന്നവർ ഓൺലൈനായി OP എടുത്ത് വരുന്നതായിരിക്കും നല്ലത്. OP എടുത്തതിന് ശേഷം B101 നമ്മുടെ പല്ലിൻ്റെ പ്രാഥമിക പരിശോധന നടക്കുന്നത്. അവിടെ നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർ നമ്മളുടെ പല്ലിൻ്റെ പ്രശ്നം തിരിച്ചറിഞ്ഞ് കൂടുതൽ ചികിത്സയ്ക്കായി സീനിയർ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. ഞങ്ങൾ വന്നിരിക്കുന്നത് പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് ഫസ്റ്റ് സിറ്റിംഗ് ആണ്. റൂം നമ്പർ 252 റൂട്ട് കനാലിൻ്റെ എല്ലാ പ്രൊസീജിയറും നടക്കുന്നത്. 4 സിറ്റിംഗ് ആണ് ഒരു പല്ലിൻ്റെ റൂട്ട് കനാലിന് ഉള്ളത്. ഒരേ സമയം 30ലധികം പേഷ്യൻസിന് ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഡോക്ടേഴ്സിനെയും പ്രൊസീജിയർ റൂമും ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയുള്ള സ്റ്റാഫുകളും ഡോക്ടർമാരും നല്ല മാന്യമായ പെരുമാറ്റമാണ് എല്ലാവരോടും. കുട്ടികളുടെ പല്ലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പ്രത്യേക വിഭാഗം ഡോക്ടർമാരെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല്ല് ക്ലീനിങ്, പല്ലെടുക്കാൻ, പല്ല് വയ്ക്കാൻ, പല്ലടയ്ക്കാൻ, പല്ലിൽ കമ്പിയിടുന്നതിനും പ്രത്യേകം ഡോക്ടർമാർ ഓരോ റൂമുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. പല്ലിൻ്റെ എന്ത് പ്രശ്നമായിരുന്നാലും OPയിലെ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ച് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസപ്ഷനിൽ കാണിച്ച് ഡേറ്റ് എടുക്കേണ്ടതാണ്. പിന്നീട് ചികിത്സ ആരംഭിക്കുന്നത് നമ്മൾക്ക് റിസപ്ഷനിൽ നിന്നും എഴുതി തരുന്ന ഡേറ്റിലായിരിക്കും. അങ്ങനെ ഡോക്ടർ പേര് വിളിച്ചു ആദ്യത്തെ സിറ്റിങ്ങിനായി കയറുകയാണ്. രണ്ട് മണിക്കൂറിന് ശേഷം റൂട്ട് കനാൽ ചെയ്യാനുള്ള പല്ലുകളുടെ ക്ലീനിങ് കഴിഞ്ഞ് ആള് പുറത്തിറങ്ങി. ആ കാണുന്നത് ഹോസ്പിറ്റലിന് ഉള്ളിലെ ടീ ഷോപ്പാണ്. ടീ ഷോപ്പിന് ഓപ്പോസിറ്റായി തന്നെ ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ സന്ദർശനം കഴിഞ്ഞു. ഇനി തന്നിരിക്കുന്നത് ജാനുവരി 1 വീക്കാണ്. അന്നത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.